കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ശുശ്രൂഷ അനേകരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് കാരണമായി എന്നറിഞ്ഞതിൽ ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് വിവിധ നിലകളിൽ കർത്താവ് തരുന്ന അവസരങ്ങൾക്കും മാർഗങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിച്ചു വരുന്നു. സഭാസ്ഥാപനം, വ്യക്തിപരമായ സുവിശേഷീകരണം, ചാരിറ്റി പ്രവർത്തനങ്ങൾ, മീഡിയ മിനിസ്ട്രീസ് കൂടാതെ കർത്താവ് തരുന്ന അവസരങ്ങൾക്കനുസരിച്ച് ഈ പ്രവർത്തനം ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. തുടർന്ന് വചന പഠനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. പ്രിയ പി ടി തോമസ് സാർ തുടർന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ രോഗബാധയുടെയും ബുദ്ധിമുട്ടുകളുടെയും ഞെരുക്കങ്ങളുടെയും ഒക്കെ സാഹചര്യത്തിലും ഓരോ ദിവസവും അത്ഭുതകരമായ ദൈവം നമ്മളെ പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായും കർത്താവിൻ്റെ കരുണയ്ക്കായും നമുക്ക് കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്കാം. സൃഷ്ടാവിങ്കിലേക്ക്, സകലത്തിന്മേലും അധികാരമുള്ളവെങ്കിലേക്ക്, സകലത്തെ നിയന്ത്രിപ്പാൻ കഴിവുള്ളവെങ്കിലേക്ക് മനുഷ്യൻ തൻ്റെ ബലഹീനത അംഗീകരിച്ച് നോക്കേണ്ട കാലമാണിത്. മനുഷ്യൻ്റെ കഴിവുകൾ ദൈവമുമ്പിൽ ഏതുമില്ലെന്നും അവൻ്റെ കഴിവുകൾ കൊണ്ട് എല്ലാ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുവാൻ അവൻ കഴിവുള്ളവനല്ലെന്നും ദൈവസന്നിധിയിൽ വിനയപൂർവ്വം അംഗീകരിച്ച് ദൈവമുഖത്തേക്ക് നോക്കി കർത്താവിൽ ആശ്രയിക്കുവാനും സത്യദൈവത്തെക്കുറിച്ചുള്ള ഉത്ബോധത്തിലേക്ക് മുൻപോട്ട് പോകുവാനും കർത്താവ് ജനഹൃദയങ്ങളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് താല്പര്യമായി പ്രാർത്ഥിക്കാം. ദൈവം അതിന് കൃപ നൽകട്ടെ. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ആശ്വാസവും ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രബോധനത്തിന് ഉതകുന്നതുമാകയാൽ ഞാൻ കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്കുന്നു. ലോകം ഒരു രാത്രിയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ പകൽ അടുത്തിരിക്കുന്നു. അതാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. റോമാലേഖനം 13-ാമത്തെ അധ്യായത്തിൽ അവിടെ 11-ാമത്തെ വാക്യം മുതൽ നമ്മൾ കണ്ടു, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ ഉണരുവാൻ നാഴിക വന്നിരിക്കും, നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം നമ്മളെ തന്നെ ക്രമീകരിക്കുവാൻ ആവശ്യമുണ്ട്. ഇരുട്ടിൻ്റെ ആയുധവർഗം വെച്ച് കളഞ്ഞ്, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ച് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം രാത്രി കഴിയാറായി. അതുകൊണ്ടാണ് ഒരു ദൈവവചനം എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവവചനം പ്രബോധിപ്പിക്കുന്നത്? പ്രിയമുള്ളവരെ, ലോകം ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. രാത്രി കഴിയാറായി എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ അന്ധകാരങ്ങളും ഈ ലോകത്തിൻ്റെ അനീതിയും അക്രമവും അന്യായവും എല്ലാം അവസാനിപ്പിക്കുവാൻ കാലമായി. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, നീതിമാനായ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം എന്താ ഇത്ര നിഷ്ക്രിയനായിരിക്കുന്നത്? എന്തുകൊണ്ട്? നീതിമാനായ ഒരു ദൈവമുണ്ടെങ്കിൽ ദൈവം എന്തുകൊണ്ട് ഈ അന്യായത്തെ ഇങ്ങനെ വെച്ച് പൊറുപ്പിക്കുന്നു? മുഖം തിരിച്ചു കളയുകയാണോ? അതോ ദൈവം ഇവിടെ നിസ്സഹായനായി പോയോ? ഇങ്ങനെയൊക്കെ, അതോ ദൈവം അന്യായത്തിന് കൂട്ടുനിൽക്കുന്ന പോലെയാണോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് തോന്നും, ശരിയല്ലേ, അത്രമാത്രം അക്രമവും അനീതിയും അഴിമതിയുമാണ് സമൂഹത്തിൽ നിലകൊള്ളുന്നത്. അതിൻ്റെ നടുവിൽ ദൈവം സർവാധികാരിയായി ജീവിക്കുന്നു എന്നുള്ളത് അംഗീകരിക്കേണ്ട ഒരു സത്യമാണ്. കാരണം ദൈവം ഓരോരുത്തരെയും മാനസാന്തരത്തിന് അവങ്കിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്യായം പ്രവർത്തിക്കുന്നതിനെ ഒരു അന്യായ പ്രവൃത്തി കൊണ്ട് അവനെ അങ്ങ് നിഗ്രഹിച്ച് കളഞ്ഞാൽ അവന് മാനസാന്തരപ്പെടുവാൻ അവസരമില്ലാതെ പോകും. അതുകൊണ്ട് രാത്രിയാണെങ്കിലും ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ അവർ വ്യാപൃതരാകുകയാണെങ്കിലും ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ സമയമാണിത്. കൃപയുടെ കാലമാണ്. രാത്രി കഴിവാറായി. ദൈവത്തിൻ്റെ വചനം അത് വ്യക്തമാക്കി നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ യേശുക്രിസ്തുവിനെ മടങ്ങിയവരവനെക്കുറിച്ച് ഉദയനക്ഷത്രം ഉദിക്കുമെന്നും അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കും എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. ഉദയനക്ഷത്രം ആകാശങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. പ്രഭാതം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു വലിയ ശക്തിയേറിയൊരു നക്ഷത്രം ഉദിക്കും. ഉദയനക്ഷത്രം, പ്രഭാത നക്ഷത്രം. ആ പ്രഭാത നക്ഷത്രം ഉദിക്കുന്നത് ഉണർവോടെ കാത്തിരിക്കുന്നവരെ കാണുകയുള്ളൂ. ഇതുപോലെ കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ 2 ഘട്ടങ്ങളെയാണ് ഇവ സൂചിപ്പിക്കുന്നത്. ഈ 2 സാദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കർത്താവ് വിശുദ്ധ സഭയെ തിരുസന്നിധിയിലേക്ക് ചേർക്കുവാനായി ആകാശമേഘങ്ങളിൽ മണവാളൻ എന്ന നിലയിൽ എഴുന്നള്ളും. ഉണർവോടെ കാത്തിരിക്കുന്നവരത് കാണും.
അതിനുശേഷം കർത്താവ് ഉദയ സൂര്യനായി ഉദിക്കും. മലാഖിയുടെ പ്രവചനത്തിൽ വായിക്കുന്നു, നീതി സൂര്യനായി അവിടുന്ന് ഉദിക്കും. എല്ലാവരും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. കർത്താവിടെ നീതി സൂര്യനായി ഉദിക്കും. അതിനു മുമ്പ് സഭയെ ചേർക്കുന്ന മണവാളനായിട്ടാണ്. എന്നാൽ നീതി സ്ഥാപിക്കുവാൻ നീതിയുടെ രാജാവായി കർത്താവ് വരും. അതാണ് രാത്രി കഴിയാറായി, ഉദയനക്ഷത്രം ഉദിക്കാറായി, അതിനുശേഷം ഉദയസൂര്യന് ഉദിക്കാറായി. ഈ കാര്യമാണ് വിശുദ്ധ ജീവിതത്തിനായി ഏറ്റവും ശക്തമായ പ്രേരണയായിരിക്കേണ്ടത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇവിടെ ഓരോ ലോക മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയും പ്രവർത്തിക്കുന്നത് പോലെയും അവരവരുടെ കാര്യങ്ങൾ സാധിക്കുവാൻ ഏതു മാർഗവും ഉപയോഗിക്കുവാൻ വിശുദ്ധന്മാർ പോലും ചിലപ്പോൾ വശീകരിക്കപ്പെടും. ഏതു മാർഗവും ഉപയോഗിച്ച് സ്വന്തം കാര്യം സാധിക്കുവാനും തിന്മ ചെയ്യുന്നതിന് ഒരു മടിയില്ലാതിരിക്കാനും എൻ്റെ നേട്ടം, എൻ്റെ ഉയർച്ച അത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ലോകമനുഷ്യൻ പോകുന്നത് പോലെ ഒരു ദൈവവേദന എന്തുകൊണ്ട് പോകാൻ പാടില്ല? കർത്താവ് മടങ്ങി വരാറായി. കാലത്തിൻ്റെ അന്ത്യത്തിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ അതാണ് രക്ഷാപൂർത്തി, തേജസ്കരണം വളരെ അടുത്തിരിക്കുന്നു. അതാണ് പൗലോസ്ലീഹ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആവർത്തിച്ച് നമ്മളെ പരിശുദ്ധാത്മാവ് ഈ സന്ദർഭത്തിൽ പൗലോസ്ലീഹയുടെ ഓർപ്പിക്കുന്ന കാര്യമാണ്. ഇത് രാത്രിയാണെങ്കിലും നാം പകൽ സമയത്ത് എന്നതുപോലെ നടക്കുക. ലോകത്തിൽ നാം സ്വർഗീയന്മാരായി ജീവിക്കുക. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കുക. ഈ ഇരുളിൽ വെളിച്ചത്തിൻ്റെ മക്കളായി നടക്കുക. ഈ ഇരുളിൽ ഇരുട്ടിൻ്റെ ആയുധവർഗം ധരിക്കണമെന്നാണ് ലോകം പറയുന്നത്. കണ്ടത്തടിക്ക് മുണ്ടത്തടി. നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുന്ന പോലെ നമ്മൾ അങ്ങോട്ടും പെരുമാറണം. എങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഇതാണ് ലോകമനുഷ്യൻ പറയുന്നത്. നോക്കണേ, അപ്പോൾ ഇരുളിനെ ചെറുക്കുവാൻ ഇരുളിൻ്റെ ആയുധങ്ങൾ, ഇരുളിന് വേണ്ടിയുള്ള ആയുധങ്ങൾ എടുക്കണം. അക്രമം വരുമ്പോൾ അക്രമത്തെ ചെറുക്കുവാൻ അതിലേറെ ശക്തമായ അക്രമം അഴിച്ചുവിടണം. ഇതാണ് ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ്. എന്നാൽ നമ്മളുടെ സ്റ്റാൻഡേർഡ് അതല്ല. ഇരുളിനെ ചെറുക്കുവാൻ വെളിച്ചവുമായി ചെല്ലണം. ഇരുളിനെ ചെറുക്കുവാൻ ഇരുളുമായി ചെല്ലുമ്പോൾ ഇരുൾ വർദ്ധിക്കുകയാണ്. അക്രമം ഉണ്ടാകുമ്പോൾ കൂടുതൽ അക്രമത്തിലൂടെ അതിനെ ചെറുക്കുവാൻ ശ്രമിക്കുമ്പോൾ അക്രമം അധികരിക്കുകയാണ്. എന്നാൽ സ്തോത്രം, അക്രമത്തിൻ്റെ മുമ്പിൽ കരുണയോടെ ദയയോടെ ആ അക്രമം സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് മുമ്പോട്ട് ചെല്ലുമ്പോൾ അക്രമം കുറയുകയാണ്. അക്രമികൾ അവർ മനുഷ്യത്വമുള്ളവരാണെങ്കിൽ, മനസാക്ഷിയുള്ളവരാണെങ്കിൽ അവരതിൽ ലജ്ജിച്ച് അക്രമത്തിൽ നിന്ന് പിന്മാറുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം വെളിച്ചത്തിൻ്റെ മക്കളായി നടക്കണം. അതാണ് നമ്മൾ കണ്ടത്. രാത്രി കഴിവാറായി, പകലടുത്ത്. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. സർവായുധവർഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അടുത്തത് 13-ാമത്തെ വാക്യം, പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. നാം ഇരുളിലാണ് ജീവിക്കുന്നതെങ്കിലും, ഇരുട്ടിൻ്റെ ഘട്ടമാണ് ഇവിടെ ഉള്ളതെങ്കിലും, അന്യായമാണ് നമ്മുടെ ചുറ്റുപാട് നിലനിൽക്കുന്നതെങ്കിലും നാം ന്യായത്തിനായും നീതിക്കായി നിലനിൽക്കണം. പകൽ സമയത്ത് രാത്രിയാണിതെങ്കിലും നമ്മൾ പകൽ സമയത്തെന്ന പോലെ മര്യാദയായി നടക്കണം. സ്തോത്രം. ഇവിടെ രാത്രിയാണ്, അവർക്ക് എങ്ങനെയും പ്രവർത്തിക്കാം. പക്ഷേ നാം പകലിനുള്ളവരായിരിക്കണം. അവരോട് ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഏത് നയമുപയോഗിച്ചും ഏത് പ്രവൃത്തി ചെയ്യും, ഏത് അക്രമത്തിലൂടെയും ഏത് അടവുകൾ പ്രയോഗിച്ചും സ്വന്തം കാര്യം സാധിക്കണം, വളരണം, ഉയരണം, സുഖിക്കണം, സന്തോഷിക്കണം, ഉല്ലസിക്കണം. എനിക്കും എൻ്റെ പ്രിയമുള്ളവർക്കും വളരെ നേട്ടങ്ങൾ കൊയ്യണം. ആ ചിന്ത മാറി ഒരു ദൈവപൈതൽ ലോകം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാതെ ലോകത്തിന് മാതൃകയായി പകലിനുള്ളവരായിരിക്കണം. ഇരുളിലാണ് ജീവിക്കുന്നത്, പക്ഷേ പകലിനുള്ളവരായിരിക്കണമെന്ന് ഇവിടെ നമ്മൾ കാണുന്നു. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നീ മര്യാദയായി നടക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇച്ചിരി ഒരു റഫ് ലാംഗ്വേജ് ആണെന്ന് തോന്നുന്നു. എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥം അതിന് യോഗ്യമായി. നമുക്കറിയാമല്ലോ, ആ വാക്ക് മീൻസ് തിരുത്താൻ മാത്രമല്ല, മര്യാദയ്ക്ക് ഇരുന്നോണമെന്ന് അതിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇടയിലെ മര്യാദ എന്നുള്ളൊരു ആ വാക്കോട്, മര്യാദ എന്ന് പറഞ്ഞാൽ കീഴ്വഴക്കം, നമ്മുടെ ഇടയിൽ പരിചയിച്ചു പോരുന്നത്, നമ്മുടെ ഇടയിൽ നല്ലതെന്ന് പരിഗണിക്കപ്പെടുന്നത്. അതാണ് ആ മര്യാദ എന്നുള്ളത്. മര്യാദ എന്നുള്ളതിന് നല്ലതെന്ന് പരിഗണിക്കപ്പെടുന്നത് എന്നർത്ഥം. അപ്പോൾ പകൽ സമയത്ത് എന്നതുപോലെ നാം മര്യാദയെ നടക്കുക എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് ജീവിക്കുന്നവൻ യോഗ്യമാണെന്നും നല്ലതാണെന്നും ശരിയാണെന്നും ചിന്തിക്കുന്നതെന്തോ അത് നമ്മളും ചിന്തിക്കണം. സ്തോത്രം.
ഒരു ദൈവവേദലിന് യോഗ്യമായി ഇരുളിൻ്റെ ഘട്ടത്തിൽ വെളിച്ചത്തിൻ്റെ മക്കളെ ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇത് വളരെ ശ്രദ്ധേയമായ പ്രയോഗങ്ങളാണ്. നമ്മളിവിടെ നോക്കിയാൽ 3 പ്രഖ്യാപനങ്ങൾ, ഇരട്ട പ്രഖ്യാപനങ്ങൾ കാണാം. ഒന്ന് കളയണം, ഒന്ന് എടുക്കണം. ഒന്നുപോലെ നടക്കരുത്, ഇങ്ങനെ നടക്കണം. ഒന്ന് ഉപേക്ഷിക്കണം, ഒന്ന് സ്വീകരിക്കണം. ഇങ്ങനെ 3 പ്രഖ്യാപനം, മൂലകൃതിയിൽ 3 പ്രഖ്യാപനങ്ങൾ എന്ന നിലയിൽ വ്യക്തമായിട്ട് അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മലയാള തർജ്ജിമയിൽ 3 എന്നുള്ളതുപോലെ അത്ര വ്യക്തമല്ലെങ്കിലും ഒന്നാമത്തത് രാത്രി കഴിവാറായി, അതുകൊണ്ട് പകൽ സമയത്തെന്ന പോലെ, രാത്രിയാണെങ്കിലും പകൽ സമയത്തെന്ന പോലെ മര്യാദ നടക്കണം. രണ്ടാമതായി പറയുന്നു, ഇരുട്ടിൻ്റെ ആയുധവർഗം വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളണം. മൂന്നാമതായി, ഇന്നതെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളണം. ഇങ്ങനെ ഇരട്ട പ്രയോഗങ്ങളായി ഈ 3 പ്രഖ്യാപനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. നോക്കണേ, അവിടെ യേശു ക്രിസ്തുവിനെ തന്നെ ധരിക്കുക എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് അല്പം നമുക്ക് വിശദീകരിക്കാൻ ആവശ്യമുണ്ട്. കണ്ടില്ലേ, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല. വെറിക്കൂത്തും മദ്യപാനം ഇത് രണ്ടും ഒന്നിച്ചു പോകുന്ന, മദ്യപാനം ഉണ്ടായ വെറിക്കൂത്തുണ്ടാകും. നമ്മൾ ഗലാത്യലേഖനം 5-21 വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാം മദ്യപാനവും വെറുക്കൂത്തും. അവിടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പൗലോസ്ലീഹ പറയുമ്പോൾ ഒടുവിലത്തെ 2 മുതലായവ എന്ന് പറയുന്ന തൊട്ട് മുമ്പ് മദ്യപാനം, വെറുക്കൂത്ത്. അപ്പോൾ മദ്യപാനം ഉണ്ടെങ്കിൽ പുറകെ വെറുക്കൂത്തുണ്ടാകും. മദ്യപാനം നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപമെന്ന് പറയുന്നത് മദ്യപാനമാണ്. മദ്യപാനം മാന്യതയാണെന്ന് ചിന്തിക്കുന്നവരെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ സമൂഹത്തിൻ്റെ മനസാക്ഷിയിൽ ഒരു മാറ്റം വരണം. നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താഗതിയിൽ നമുക്കൊരു മാറ്റം ആവശ്യമുണ്ട്. മദ്യപാനം എന്ന് പറയുന്നത് തന്നെ നശിപ്പിക്കുന്നതും, തൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്നതും, തൻ്റെ സൽപ്പേര് നശിപ്പിക്കുന്നതും, ദൈവം തന്നിരിക്കുന്ന സുബോധം നശിപ്പിക്കുന്നതുമാണ്. അത് കഴിഞ്ഞാൽ ഉടനെ വെറുക്കൂത്ത്. മദ്യപാനം നിങ്ങൾ കണ്ടിട്ടില്ലേ, പലപ്പോഴും ഈ വലിയ ക്രമപരമായ, അന്യായമായ, അശ്ലീലപരമായ നടപടികൾ നടക്കുമ്പോൾ അത് ഒരു മദ്യപാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സുബോധം നഷ്ടപ്പെടുത്തിയിട്ടാണ് വേണ്ടാതനത്തിലേക്ക് മനുഷ്യൻ പോകുന്നത്. അപ്പോൾ മദ്യപാനം കഴിഞ്ഞാൽ വെറുക്കൂത്തുണ്ടാകും. ദയവ് ചെയ്ത് മദ്യപാനം മാന്യതയാണെന്ന് ചിന്തിക്കുന്നവരെ നിങ്ങൾ കണ്ടാൽ അയ്യോ, നിങ്ങൾ ലജ്ജിക്കണം. അവരെ ഓർത്ത് കരയണം. അവരെ ഓർത്ത് ദിവസത്തിൽ പക്ഷപാതങ്ങൾ നമ്മളാൽ ആവോളം അവരെ ഗുണദോഷിക്കുവാനും പ്രബോധിപ്പിക്കുവാനും നമ്മൾ ഉത്സാഹിക്കണം. സർക്കാർ അതിനൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൂട്ടുനിൽക്കുന്ന പോലെയാണ്. കാര്യം അതിന് ഏറ്റവും വലിയ വരുമാനം സർക്കാരിന് ലഭിക്കുന്നത് ഇവിടുത്തെ അബ്കാരികളിൽ നിന്നും, ഇവിടുത്തെ മദ്യവ്യാപാരത്തിൽ നിന്നുമാണെന്ന് നമുക്കത് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു കാര്യം, അങ്ങനെ ഉണ്ടാകുന്ന പണം ഒരിക്കലും ഗുണത്തിനല്ല, നാശത്തിനാണ് ഇടയാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു കാരണവശാലും മദ്യപാനം എന്നൊക്കെ പറയുമ്പോഴത്തേന് ശരിക്കും ആസക്തികൾ എന്ന അർത്ഥത്തിൽ പറയാം. ആസക്തികളിൽ മുന്നേറുമ്പോൾ തൊട്ടുടനെ വെറുക്കൂത്തുണ്ടാകും. അത് ഇങ്ങനെ ഇരട്ടയായിട്ട് പോകുന്നതാണ്. അടുത്തത് കണ്ടില്ലേ, ശയനമോഹങ്ങളും ദുഷ്കാമങ്ങളിലുമല്ല, തെറ്റായ കാമങ്ങൾ, ദുഷിച്ച ആഗ്രഹങ്ങൾ മനസ്സിൽ വന്നാൽ പിന്നെ ശയനമോഹങ്ങൾ, സെക്ഷൽ ഇമ്മൊറാലിറ്റി, ലൈംഗിക അരാജകത്വത്തിലേക്ക് നടക്കും. അയ്യോ കഷ്ടം. നമ്മുടെ സമൂഹത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞ് അഴിഞ്ഞാടുന്ന നിലയിലേക്ക് വന്നപ്പോൾ ഇവിടെ ദൈവം ഈ വലിയൊരു മഹാമാരി തന്നെ അയച്ച് അതിന്മേലൊരു നിയന്ത്രണം വെച്ചു. പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിൽ അതിനോടുള്ള ആസക്തി മാറാത്തത് കൊണ്ട് അവർ പിന്നെയും ഒളിച്ചും പാത്തും ജീവനെ പണയപ്പെടുത്തിക്കൊണ്ടും രോഗം വന്നാലും വേണ്ടുകല എന്നുള്ള മട്ടിൽ അവർ ജീവിതത്തിൽ ലൈംഗിക അരാജകത്വത്തിൻ്റെ മേഖലയിലേക്ക് തിരിയുകയാണ്. സങ്കടമുണ്ട്. നീലച്ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതും ഒളിച്ചും പാത്ത് നീലച്ചിത്രങ്ങൾ കാണുന്ന അയ്യോ കഷ്ടം. നമ്മുടെ മൊബൈലിലെ സ്ക്രീനിൽ തെളിയുന്നത് കുടുംബത്തിലെല്ലാവർക്കും ഒരുമിച്ച് കാണാൻ കഴിയുന്നത് മാത്രമായിരിക്കണം. ഓരോരുത്തർക്കും ഇന്നും മൊബൈലുണ്ട്. പണ്ടൊക്കെ ഒരു വീട്ടിലൊരു ടെലിഫോണായിരുന്നു, ഒരു വീട്ടിലൊരു ടെലിഫോൺ പോലും ഇല്ലായിരുന്നു. ഇന്ന് വന്നപ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ മൊബൈൽ ഫോണായി. ഓരോരുത്തരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ, ഓരോരുത്തരും അവനവനിലേക്ക് അങ്ങ് ഒതുങ്ങി. ആ പരസ്പരമുള്ള ആ കൂട്ടുത്തരവാദിത്വം നഷ്ടമായി. കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് കാണുന്നതെന്ന് മാതാപിതാക്കന്മാർക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത നിലയിലേക്കായി.
ഇരുളിൻ്റെ മറവിൽ എന്തും ചെയ്യാം. ഞാൻ എൻ്റെ സഭയിൽ എൻ്റെ സഹോദരങ്ങളെ ചിലപ്പോൾ ഓർപ്പിക്കാറുണ്ട്. ദൈവത്തിൻ്റെ കൃപ നല്ല കുഞ്ഞുങ്ങളാണെങ്കിലും എങ്കിലും അവർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അവരുടെ മൊബൈൽ ഫോണുകൾ പൊതുവായി ഒരു സ്ഥലത്ത് അമ്മയപ്പന്മാരുടെ നിയന്ത്രണത്തിൽ മാറ്റിവെച്ചിട്ട് അവരുടെ കിടക്കയിലേക്ക് അത് കൊണ്ടുപോകാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുക. ഉറങ്ങാൻ ഇച്ചിരി ഒരു വൈകിയാൽ അറിയാതെ അതൊന്ന് തൊട്ടുപോകും. കാര്യം ഇരുളിൻ്റെ തിന്മയുടെ ശക്തിയായി വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് അറിയാതെ അതൊന്ന് സ്പർശിച്ചാൽ വേണ്ടാത്തതിൽ വരും. പിന്നെ അവൻ അതിലേക്ക് ആകൃഷ്ടനാകും, അതൊരു ഒബ്സഷനാകും, പിന്നെ അവൻ അതിന് അടിമയാകും. അയ്യോ കഷ്ടം! എത്രയോ കുഞ്ഞുങ്ങൾ ജീവനൊടുക്കി എന്ന് കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു. ദുഷ്കാമങ്ങളിലേക്ക് പോകരുത്. അത് ലൈംഗിക അരാജകത്വത്തിലേക്ക് നടത്തുവാനിടയായി തീരും. പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന ശരീരം ഒരുവന് ഒരുവൾ എന്നുള്ളത് ദൈവം നിയമിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ നോക്കിയാൽ ആൺ പെൺ റേഷ്യോ, മനുഷ്യൻ്റെ ചില അന്യായമായ ജീവിത ശൈലി കൊണ്ടും പിന്നെ ഭ്രൂണഹത്യ, പെൺഭ്രൂണങ്ങളെ കളയുന്നത് കൊണ്ടുമൊക്കെ ഇവിടെ ഒരു ഇച്ചിരി ഇംബാലൻസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വന്നേക്കാം. എങ്കിലും പ്രകൃതി തന്നെ അതിൻ്റെ ആ കൃത്യത 1:1 എന്നുള്ള അത് വെച്ചിരിക്കുകയാണ്. ആൺ പെൺ റേഷ്യോ വെച്ചിരിക്കുകയാണ്. ഒരുവന് ഒരുവൾ. എല്ലാ യോഗ്യമായ വികാരങ്ങളും തൃപ്തിപ്പെടത്തക്കതുപോലെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദൈവം ഈ പ്രകൃതിയിൽ തന്നെ ഒരുക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് മനസാ വാചാ കർമ്മണ ദുഷ്കാമങ്ങളിലേക്ക് പോയാൽ വേണ്ടാത്ത വഴികളിലേക്ക് പോകും. അതുകൊണ്ട് ഇവിടെ നോക്കണേ, ദുഷ്കാമങ്ങളിലല്ല, പിന്നെ അത് ലൈംഗിക അരാജകത്വത്തിലേക്ക് നടത്തുവാനിടയാകും. ഒരു ദൈവ പൈതൽ അതിലേക്ക് തിരിയരുത്. പിന്നെയും അടുത്തത് കണ്ടോ, പിണക്കത്തിലും അസൂയയിലുമല്ല. എന്തുകൊണ്ടാണ് പിണക്കമുണ്ടാകുന്നത്? പിണക്കമുണ്ടാകുന്നത് അസൂയ കൊണ്ടാണ് പിണക്കമുണ്ടാകുന്നത്. ഏകീഭാവത്തിൽ പോകുവാൻ മനസ്സ് വെക്കുമ്പോൾ എന്തിനാ സൗരങ്ങൾ ഈ അസൂയപ്പെടുന്നത്? എനിക്കുള്ളത് അല്ലെങ്കിൽ എനിക്കില്ലാത്തത് അവനുണ്ട്, അതിന് ഞാനെന്ത് സന്തോഷിക്കണേ? എനിക്കില്ലാത്തത് അവനുണ്ട്. എനിക്ക് രോഗമില്ല, അവൻ നല്ല ആരോഗ്യവാനായിട്ട് നടക്കുന്നത്. ആട്ടെ, അവൻ ആരോഗ്യവാനായി നടക്കുന്നത് കൊണ്ടാണല്ലോ എന്നെ ഒന്ന് സഹായിക്കാൻ അവന് കഴിയുന്നത്. എനിക്ക് പണമില്ല, അവന് വളരെ പണമുണ്ട്, അതുകൊണ്ടാണല്ലോ അവനതെന്നോട് പങ്കുവയ്ക്കുവാൻ കഴിയുന്നത്. നോക്കണേ, അപ്പോൾ അസൂയുണ്ടായി പിണക്കമുണ്ടാകും. അതിന് ഒരിക്കലും ഇടയാകരുത്. ദൈവം ഓരോരുത്തരുടെയും കയ്യിൽ വിഭവങ്ങൾ തരുന്നത് അവനവന് സ്വകാര്യ സ്വത്തായി വെച്ച് മടിക്കുത്തിൽ വെച്ച് വായിലേക്ക് മാത്രം കൊണ്ടുപോകാനുള്ളതല്ല, അവന് വേണ്ടി മാത്രം സ്വരൂപിച്ചു വെക്കുവാനുള്ളതല്ല. പങ്കിടുക എന്നുള്ളത് പ്രകൃതി തന്നെ വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. പങ്കിട്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ശുദ്ധമായുള്ളൂ. ഒഴുകുന്ന വെള്ളമേ ശുദ്ധമായി കിടക്കുകയുള്ളൂ. നമ്മുടെ കയ്യിൽ പണം കൂട്ടിവെക്കുന്ന ഒരു പ്രവണത, ആവശ്യമില്ലാത്തത്രയും കൂട്ടിവെക്കുന്ന പ്രവണത ഉണ്ടാകരുത്. അയ്യോ കഷ്ടം! ഇവിടെ അക്രമവും അഴിമതിയും അരാജകത്വം എന്തുകൊണ്ടുണ്ടാകുന്നു? സ്വാർത്ഥത കൊണ്ട്, ദ്രവ്യാഗ്രഹം കൊണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എനിക്കില്ലാത്തത് അവനുണ്ട് എന്ന് കണ്ടാൽ അതെ, അവൻ എന്നെ സഹായിക്കാൻ കഴിയുമല്ലോ. ഒന്നുമല്ലെങ്കിൽ അവൻ്റെ ദുഃഖം ഞാൻ കാണണ്ടല്ലോ. പക്ഷേ മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കില്ലാത്തത് അവനുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അവനോട് ബന്ധമില്ല. മാത്രമല്ല, അവനില്ലാത്തത് എനിക്കുണ്ടെങ്കിൽ അവൻ്റെ മേൽ കുതിര കയറാൻ അവസരം നോക്കുകയാണ്. പിന്നെ അവൻ്റെ മേൽ കേമൻ എന്ന് കളിക്കാൻ, കേമൻ എന്ന് അഭിനയിക്കാൻ അവസരം നോക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കരുണ കൊണ്ട് ദൈവം തന്നതല്ലാതെ നമുക്കിവിടെ ഒന്നുമില്ല. ഈ കൊറോണ നമ്മളെ എന്താ പഠിപ്പിച്ചത്? ഈ പാഠം പോലും നമ്മൾ പഠിക്കുന്നില്ലല്ലോ. ഒരു ശ്വാസം കഴിക്കാനുള്ള ശേഷി നമുക്കില്ല. വലിയ ഗുസ്തി വിദഗ്ധന്മാർ എന്ന് പറഞ്ഞാൽ ഗുസ്തി താരങ്ങൾ, ഫുട്ബോൾ താരങ്ങൾ, അങ്ങനെയുള്ള മസിൽ ബിൽഡേഴ്സ്, അവരൊക്കെ കൊറോണ വന്ന് മരിക്കുന്നു എന്നൊക്കെ പത്രത്തിൽ വായിച്ചപ്പോൾ ഞാനിങ്ങനെ അതിശയം വിചാരിച്ചു, ദൈവമേ, എത്ര കേമന്മാരാണ്, ഉരുക്ക് മുഷ്ടിയുണ്ടെന്നും മസിൽ ബിൽഡേഴ്സാണെന്നും ഒക്കെ അവരഭിമാനിച്ചാൽ ഒരു ശ്വാസം കഴിക്കാനുള്ള ശേഷി പോലും തന്നിൽ തന്നെ ഇല്ലെന്നവൻ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നല്ലോ. ഒരു ശ്വാസത്തിനുള്ള ശേഷി നമുക്ക് നമ്മളിൽ തന്നെ ഇല്ല സഹോദര. അതൊന്ന് മനസ്സിലാക്കിയാൽ മറ്റുള്ളവനില്ല എന്നുള്ളത്, മറ്റുള്ളവൻ ഉള്ളതെനിക്കില്ല എന്നുള്ളത് നമ്മൾ പരാതിപ്പെടാൻ പോവുകയില്ല, നമ്മൾ അസൂയപ്പെടാൻ പോകില്ല, നമ്മൾ പിണങ്ങാൻ പോകില്ല. എന്തിനാണ് പിണങ്ങുന്നത്? പിണങ്ങാൻ ഇവിടെ നേരമില്ല. ജീവിതം അത്ര ചെറുതാണ്. നമുക്ക് സന്തോഷിക്കുവാൻ, പരസ്പരം സൗഹൃദത്തിൽ കഴിയുവാൻ. അതുകൊണ്ട് അസൂയുണ്ടോ? പിണക്കമുണ്ടാകും. അതുകൊണ്ട് അസൂയ ആകുമ്പോഴേ മാറ്റിക്കളഞ്ഞേക്കണം. അസൂയ ഉണ്ടാകരുത്. അവനുള്ളത് എനിക്കില്ലല്ലോ, സന്തോഷം.
മറ്റുള്ളവരുടെ ശ്രേയസ്സിൽ സന്തോഷിക്കാൻ കഴിയണം. അതാണ് നമ്മൾ മേളിൽ കണ്ടല്ലോ, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കണം, ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കാൻ നമുക്ക് കഴിയും. അയ്യോ അവൻ സങ്കടമാണ്, നമുക്ക് സാധാരണ തോന്നുന്നു, പോട്ടെ സങ്കടം. ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കാൻ കഴിയുമെങ്കിൽ സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. കൂട്ടുകാരൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കാനുള്ള ആ സന്മനസ്സും ആ നന്മയും നമ്മളിൽ ഇല്ലാതെ പോകരുത്. അതുണ്ടാകണേ എന്ത് വേണമെന്ന് തൊട്ട് താഴെ പറയുകയാണ്. പിണക്കത്തിലും അസൂയയിലുമില്ല, പിന്നെ എന്തു വേണം? കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. അതെങ്ങനെ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കേണ്ടത്? തൊട്ട് താഴെ മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. യേശുക്രിസ്തു ഒരു വ്യക്തിയല്ലേ? യേശുക്രിസ്തു ദൈവമല്ലേ? അപ്പോൾ ഒരു വ്യക്തിയെ ഞാൻ ധരിക്കുന്നത് എങ്ങനെയാണ്? അത് ദൈവവചനം ഇത് വ്യക്തമാക്കുന്നുണ്ട്. പ്രിയപ്പെട്ട, നമ്മൾ ധരിച്ചു കൊള്ളുവാൻ, പല കാര്യങ്ങൾ ധരിച്ചു കൊള്ളുവാനായിട്ട് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വ്യക്തിത്വത്തെ ധരിക്കുക, അത് എഫേസ്യർ 4:22 മുതൽ 24 വരെ വായിക്കുമ്പോൾ, സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു കൊള്ളുക. ഒരു മനുഷ്യനെ നമുക്ക് ധരിക്കാം എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുക എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുക. ഗലാത്യർ 3:27 നമ്മൾ വായിക്കുമ്പോൾ, അല്ല ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പം അതായത് ഒരുവൻ സ്നാനമേൽക്കുമ്പോൾ യേശുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുകയാണ്. അവൻ്റെ ക്രൂശ് മരണത്തോട് ഏകീഭവിക്കുമ്പോൾ പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നുള്ള നീതി, ദൈവനീതി അവനിൽ നിവർത്തിക്കുക. അത് നിയമപരമായ ഒരു മരണം അവന് നടക്കുന്നു, ലീഗൽ ഡെത്ത് അവനിൽ നടക്കുന്നു. നമ്മളത് കണ്ടു. ആ ലീഗൽ ഡെത്ത് നടന്നു കഴിഞ്ഞാൽ പിന്നെ അവനിൽ മോറൽ ഡെത്ത് നടന്നുകൊണ്ടിരിക്കണം. അവനിലെ ആ പഴയ പാപപ്രകൃതം പിഴുതെറിയപ്പെടാത്തത് കൊണ്ട്, അവനിൽ പിന്നെയും ആ പാപപ്രകൃതം കുടികൊള്ളുന്നത് കൊണ്ട് ദിവസേന മരിക്കണം. ആ മരണത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടേയിരിക്കണം. ക്രിസ്തുവിനെ ധരിച്ചവൻ പഴയതിനെ ഉപേക്ഷിച്ചവനാണ്. അപ്പോൾ പഴയതിനെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ ധരിക്കുക. അപ്പോൾ സ്നാനത്തിൽ നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചു. ആ ധരിക്കൽ എന്ന് പറയുന്നത് തുടർച്ചമാനമായി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കേണ്ട അനുഭവമാണ്. എന്നാൽ ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളണം. പിന്നെയും പല വാക്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3:10 വാക്യത്തിൽ, പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിക്കുക. നോക്കട്ടെ, പുതുമനുഷ്യനെ ധരിക്കണം. മനുഷ്യനെ ധരിക്കണം, യേശുക്രിസ്തുവിനെ ധരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടല്ലോ, അവനിൽ എറ്റിക്കോവർ കയറിയിരിക്കുക എന്നൊക്കെ അല്ലെ, അവനിൽ കാർൽ മാർക്സ് കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, കാർൽ മാർക്സ് പഠിപ്പിച്ച ചിന്താഗതിയാണ് അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അവൻ അതിനു വേണ്ടി തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന കാർൽ മാർക്സ് അവനിൽ കയറിയിരിക്കുക, അവൻ കാർൽ മാർക്സിനകത്ത എന്നൊക്കെ പറയത്തില്ലേ. മീൻസ് ഗാന്ധി അവനിൽ കയറിയിരിക്കുക, അവൻ ഗാന്ധിസം അവനിലാണ്. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഗാന്ധിയൻ ഫിലോസഫി, ജീവിത ഫിലോസഫി ആക്കിയവരിവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠവും ഉന്നതവുമായ ഒരാളത്വം, നമ്മുടെ ആന്തരിക ആളത്വത്തെ സ്വാധീനിക്കുവാൻ ഇടയാകത്തക്കതുപോലെ ദൈവം നമുക്കായി ഒരുക്കിയിട്ടു. അത് യേശുക്രിസ്തുവിനെ തന്നെ നാം ധരിച്ചുകൊള്ളുക. അത് അല്പം കാര്യങ്ങൾ എനിക്ക് വിശദീകരിച്ച് തന്നാൽ കൊള്ളാമെന്നുണ്ട്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. അതുകൊണ്ട് മറ്റത് ഉപേക്ഷിക്കുക എന്ന് മാത്രമല്ല, ഇത് ഏറ്റുകൊള്ളണം. നോക്കണേ, പഴയതിനെ വിട്ട് കളയണം. അസൂയയും പിണക്കവും, അസൂയുണ്ട് പിണക്കമുണ്ടാകും, അത് വിട്ട് കളയണം. എന്നിട്ട് ക്രിസ്തുവിനെ തന്നെ ധരിക്കുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും ധാരാളമായ കൃപ നൽകട്ടെ. ഒരു പുതിയ വ്യക്തിയായി പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ട് പഴയത് ഉപേക്ഷിക്കണം. കാരണം ഉറക്കത്തുണരുവാൻ നാഴിക വന്നിരിക്കുന്നു. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളയണം. നൈറ്റ് ഡ്രസ് അങ്ങ് കളഞ്ഞ് സമൂഹത്തോട് ഇറങ്ങുമ്പോൾ നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നതെന്ന് ഒരു ചിന്ത അതിനെക്കുറിച്ച് പറഞ്ഞത്. രാത്രി നമ്മുടെ സ്വകാര്യതയിൽ, നമ്മളുടെ വീട്ടിൽ നമ്മൾ സ്വകാര്യതയിൽ നമ്മളുടേതായ നിലയിൽ നമ്മൾ ജീവിക്കുന്നു, നമ്മൾ വസ്ത്രം ധരിക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ വി ഗെറ്റ് വെൽ ഡ്രസ്ഡ്, മാന്യമായ വസ്ത്രധാരണം ധരിച്ചിറങ്ങുന്നത് പോലെ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെല്ലാം അങ്ങ് വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട് കർത്താവിനുള്ളവരായി, വെളിച്ചത്തിൻ്റെ മക്കളായി, ഇരുളിൽ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുക. ഭൂമിയിൽ സ്വർഗീയന്മാരായി ജീവിക്കുക, അനീതിയുള്ള ലോകത്തിൽ നീതിമാന്മാരായി ജീവിക്കുക. ഈ ലോകത്തിന് അനുരൂപരാകാതെ കർത്താവിന് പ്രസാദമായത് നോക്കി ആ നിലയിൽ പുതിയ ജീവിതം നയിക്കുന്നവരാണ് അവൻ്റെ വരവിങ്കൽ ചേർക്കപ്പെടുന്നത്. അതെ, കർത്താവ് വരാറായി, ഇരുള് തീരാറായി,
ലോകത്തിൽ അന്യായങ്ങൾ അവസാനിക്കാറായി. നീതി സൂര്യൻ നീതിയുടെ ഭരണം സ്ഥാപിക്കാറായി. അതുകൊണ്ട് നമുക്ക് വെളിച്ചത്തിന് മക്കളായി അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. സർവ്വകൃപാലുവായ ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപാടുകൾ ഞങ്ങൾ അക്രമം കാണുന്നു, അന്യായം കാണുന്നു, അനീതി കാണുന്നു, ഇരുളിൻ്റെ പ്രവൃത്തികളിൽ വ്യാപൃതരായവരെ ഞങ്ങൾ കാണുന്നു. എന്നാൽ ഞങ്ങളെ തിരുമേനി വെളിച്ചത്തിൻ്റെ മക്കളായി തിരഞ്ഞെടുത്തതിനാൽ സ്തോത്രം. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട്, ഇരുളാണ് ഞങ്ങളുടെ ചുറ്റുപാടുമെങ്കിലും ഈ ഇരുളിൻ്റെ നടുവിൽ വെളിച്ചമായി ശോഭിക്കുവാൻ കർത്താവെ, ഞങ്ങൾ ലോകത്തിൽ സ്വർഗ്ഗന്മാരായി ജീവിക്കുവാൻ, ജഡത്തിലാണ് ജീവിക്കുന്നെങ്കിലും ആത്മീയന്മാരായി ജീവിക്കുവാൻ, യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ക്രിസ്തു ശിഷ്യന്മാരായി ക്രിസ്തുവിനെ ധരിച്ചവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ, വിശേഷാൽ വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെ ഞങ്ങളുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ്, ഇതിൻ്റെ നടുവിൽ, ഈ ഇരുളിൻ്റെ നടുവിൽ വെളിച്ചം പരത്തിക്കൊണ്ട് ജീവിപ്പാൻ, മറ്റുള്ളവർക്ക് സഹായമായിരിക്കാൻ, പങ്കുവയ്ക്കുന്നവരായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. മഹത്വം അങ്ങ് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയപിതാവേ, ആമേൻ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നുനാഥ. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നുനാഥ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. വൈഷമ്യമാകും കുന്നുകളും കൂരിരുൾ മൂടും വേളകളും, വൈഷമ്യമാകും കുന്നുകളും കൂരിരുൾ മൂടും വേളകളും, ഈശാനമൂലൻ പോലാഞ്ഞടിക്കുമ്പോൾ കൺമണി പോലെന്നെ കാത്തിടണേ. ഈശാനമൂലൻ പോലാഞ്ഞടിക്കുമ്പോൾ